ചേട്ടാ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. കുറച്ച് എനർജി കുറഞ്ഞു പോയോ? അതിന് കാരണമുണ്ട്, ഞാൻ തുടങ്ങുമ്പോ പറയാം. തുടങ്ങുമ്പോ പറയാം. അപ്പൊ ഭയങ്കര സസ്പെൻസ് ആണ് അതെ. ഇന്ന് സസ്പെൻസിലാണ് ബിജു വന്നിരിക്കുന്നത്. അല്ല ഇങ്ങനെയല്ല ഞാൻ ആളെ കുറിച്ച് കേട്ടിട്ടുള്ളത്. വളരെ ആക്റ്റീവായിട്ട് ഭയങ്കര ഡാൻസ് പൊളിയാന്നാ കേട്ടിട്ടുള്ളത്. പേര് കേട്ട ചുമ്മാ അതിർതില്ലെന്നായിരുന്നു. അതെ, വരുന്നത് കണ്ടപ്പോഴും ഞാൻ അങ്ങനെ വിചാരിച്ചത്. പക്ഷെ എന്തോ പറയാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. രമേശ് ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരു ക്ഷമാപണമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്തു പറ്റി? കാരണം ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം കുറച്ച് കൗണ്ടറൊക്കെ വേണമെന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് കൗണ്ടറൊന്നും കിട്ടിയില്ല. കാരണം മറ്റൊന്നുമല്ല, കൗണ്ടറൊന്നും കേരളത്തിലില്ല. എല്ലാ കൗണ്ടറും കിടക്കുന്നത് തമിഴ്നാട്ടിലാണ്. കേട്ടിട്ടില്ലേ? ചിന്ന കൗണ്ടർ, പെരിയ കൗണ്ടർ, കൗണ്ടർ മണി, കൗണ്ടർ രാജ എന്ന് വേണ്ട കൗണ്ടർ എന്നൊരു സമുദായം തന്നെയുണ്ട്. അത് വല്ലാത്തൊരു കൗണ്ടറായി പോയി. എനിക്കറിയാം. ഞാനിങ്ങനെ പറയുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് പറയാൻ വരികയല്ലേ, ഈ പഴയ സാധനം കൊണ്ടാണോ ഈ ഫ്ലോറിലേക്ക് വന്നിരിക്കുന്നത് ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ. കാര്യം സത്യമാണ്. ഞാൻ നിങ്ങളെല്ലാം പഴമയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്, എൻ്റെ സ്കൂൾ ജീവിതത്തിലേക്ക്. ഞാൻ ജനിച്ചതും വളർന്നതും കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ്. എൻ്റെ വീടിന് തൊട്ടടുത്തൊരു കനാലുണ്ട്. ഈ കനാലിനപ്പുറത്ത് തമിഴ്നാടാണ്. ഞാൻ നിൽക്കുന്നത് കേരളത്തിൽ. ഇപ്പം പണ്ട് നമുക്ക് ഞായറാഴ്ച തോറും ടി വിയിൽ ദൂരദർശനിലൊരു സീരിയൽ ഉണ്ടായിരുന്നു, മഹാഭാരതം എന്ന് പറഞ്ഞിട്ട്. ഈ മഹാഭാരതം കുറേ എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഈ എപ്പിസോഡ് മുഴുവനും ഒരു എപ്പിസോഡ് പോലും മിസ്സാവാതെ കണ്ട അതിനുള്ള ഒരു ഭാഗ്യം എനിക്കൊക്കെയാണ് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ഈ ഇത്രയും ഒരുപാട് നീളത്തിലുള്ള എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ കേരളത്തിൽ ഒരുപക്ഷെ KSEB ചതിക്കും, കറണ്ട് ഉണ്ടാവൂല. ശരിയല്ലേ? പക്ഷേ നമ്മൾ തോറ്റു കൊടുത്തിട്ടില്ല. നമ്മളപ്പോഴേക്കും ഈ കനാൽ ചാടി അപ്പുറത്ത് പോകും. TNEB ചതിക്കത്തില്ല. നമ്മൾ തമിഴ്നാട്ടിൽ പോയി ഈ സീരിയൽ കാണും. അങ്ങനെയുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മൂത്രം ഒഴിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? ആരുമില്ല. ആ ഭാഗ്യവും നമുക്കാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പഠിച്ചത് തമിഴ്നാട്ടിലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും തമിഴ്നാട്ടുകാരാണ്, തമിഴന്മാരാണ്. രാവിലെ ടീച്ചർ വന്നിട്ട് അറ്റൻഡൻസ് എടുക്കുന്ന കേൾക്കാൻ തന്നെ ഒരു രസമാണ്. മാർബിൻ ബ്രിട്ടോ പ്രസന്റ് ടീച്ചർ, ജയ്ബർ ജോൺ പ്രസന്റ് ടീച്ചർ, റെനിൻ സാന്റണി പ്രസന്റ് ടീച്ചർ, റാഫ്ലവർ സിംഗ് പ്രസന്റ് ടീച്ചർ, ബിജു. ഞാനാണ് ബിജു. എന്ത് പേരല്ലേ ഇത്! ഒരു ബലമില്ലാത്ത പേര്. അവന്മാരുടെ പേര് കേൾക്കണം. ഒരു 25,000 വാട്ട്സിന്റെ ഒരു പവറാണ്. എൻ്റെ പേര് കേട്ടാൽ ഒരു റിമോട്ടിന്റെ ബാറ്ററി ഇടാൻ പോലും ഇല്ല. ആ ഒരു പവറും ഇല്ലാത്ത പേര്. ശരിക്കും എനിക്ക് അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ദേഷ്യമുണ്ട് ഇങ്ങനെ ഒരു പേര് എനിക്ക് ഇട്ട് തന്നതിന്. എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? മോനെ, നീ പഠിച്ച് വലുതായി നല്ല പേരെടുക്കണമെന്ന്. അതിന് അച്ഛൻ എനിക്ക് ആദ്യം നല്ലൊരു പേരിട്ട് തരണം, എങ്കിലേ എനിക്ക് നല്ലൊരു പേരെടുക്കാൻ പറ്റൂ. ശരിയല്ലേ? അതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനടുത്ത്, നമ്മൾ ഈ വീട്ടിന് തൊട്ടടുത്ത് തന്നെ, അതായത് ഈ സ്കൂളിനോട് തൊട്ട് ചേർന്നിട്ട് മലയാളം മീഡിയം സ്കൂളുണ്ട്. അവിടെയാണ് എൻ്റെ കൂട്ടുകാരെ വിനോദ്, ആനന്ദ്, ഹരി എന്നിവരൊക്കെ പഠിക്കുന്നത്. അവന്മാരെ സ്കൂളിൽ ഇപ്പം പറയുന്ന കേൾക്കണം. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ബോർഡറാണ്. അവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് ഇതാണ്: ഡേയ് എവിടെ പോണ്, രാവിലെ എന്തൊരു വിഷയം പഠിപ്പിക്കണേ. ഇതാണ് അവരുടെ സംസാര രീതി തന്നെ. നമ്മൾ ഇംഗ്ലീഷ് മീഡിയമാണ്. നമ്മൾ ആ വെയിറ്റ് കീപ്പ് ചെയ്തേ പറ്റൂ. നമ്മൾ ഇംഗ്ലീഷ്, നമ്മൾ ചെറിയ അസൂയുണ്ട് അവർക്ക്. കാരണം നമ്മൾ പോകുന്നത് ടൈ, സോക്സ്, ഫ്രണ്ടിലൊരു വാട്ടർ ബോട്ടിൽ, കയ്യിലൊരു മറ്റേ ബാഗ്, ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ ചേട്ടാ. ഈ ബാസ്ക്കറ്റും കൊണ്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇംഗ്ലീഷാണ്. മാൻ, വാട്ട് ആർ യു ഡൂയിങ് ടുഡേ മോർണിംഗ്, വിച്ച് സബ്ജക്റ്റ്. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ്. കാരണം അവിടുത്തെ രീതി, അവിടുത്തെ സ്ലാങ് അതാണ്. ടീച്ചർ രാവിലെ വരും, ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്ന ഫിസിക്സ് ടീച്ചർ ആണെങ്കിൽ ഇങ്ങനെ പറയുള്ളൂ: അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ, every action has an equivalent opposite reaction. Equivalent opposite reaction. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ കോറസ് ആയിട്ടായിരിക്കും പറയുക. ശരിക്കും ഇത് പുറമേ നിന്ന് കേട്ടാൽ എന്തായിരിക്കും തോന്നറിയോ? മമ്മൂട്ടിയുടെ മറ്റേ പടത്തിലെ പാട്ടില്ലേ, ദേവദൂതർ പാടി ദേവദൂതർ പാടി, അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ എന്തെങ്കിലും കുസൃതി, ഇപ്പൊ ടീച്ചർ പറഞ്ഞ ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചോ, ടീച്ചർ പറഞ്ഞത് എങ്ങനെയായിരിക്കും? യു ശിവപ്രസാദ് ഡ്രീമിങ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നേരത്തെ പറഞ്ഞ പേരുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ശിവപ്രസാദ് എന്നുള്ള പേര്. കാരണം ആ സ്കൂളിൽ മലയാളം പഠിക്കുന്ന, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം പഠിക്കുന്ന 2 പേരേ ഉള്ളൂ, ഞാനും ശിവപ്രസാദും മാത്രം. ബാക്കി എല്ലാവരും തമിഴാണ് പഠിക്കുന്നത്. അപ്പൊ ശിവപ്രസാദ് എന്ന് പറയുന്ന അവിടുത്തെ ജന്മിയുടെ മോനാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർക്ക്, എല്ലാ ടീച്ചേഴ്സിനും അവരോടൊരു വിധേയത്വം ഉണ്ട്. വിധേയത്വം എന്ന് പറയാൻ പറ്റൂല. ഈ ടീച്ചേഴ്സിന്റെ അച്ഛനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഒരുപക്ഷെ ഈ വീട്ടിൽ പണിയെടുത്തിട്ടുള്ളവരായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ശിവപ്രസാദിന് പ്രത്യേക പരിഗണന തന്നെയുണ്ട് അവിടെ. ശിവപ്രസാദ് എന്ത് ചെയ്യാലും ഒന്നും വിടില്ല. ഇപ്പം നമ്മളാണെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന വെച്ചാൽ ടീച്ചർ വിളിക്കും, ഈ ബിജു
കം ഹിയർ, യു ആർ ദ നോൺസെൻസ്, ഓക്കെ കം ഹിയർ എന്ന് പറയും. ആ ബ്ലാക്ക് ബോർഡിൽ എൻ്റെ 2 കൈ അങ്ങോട്ട് പിടിച്ചു വെക്കും, നിക്കർ അങ്ങോട്ട് പിടിച്ചിട്ട് ടപ്പേ ടപ്പേന്ന് പറഞ്ഞ് 4 പിടയാണ്. പക്ഷെ ശിവപ്രസാദ് ആണെങ്കിൽ അങ്ങനെയല്ല. ശിവപ്രസാദ് കീപ് ക്വയറ്റ്, കാരണം ജന്മിയുടെ മോനാണ്, ഒന്നും പറയാൻ പറ്റില്ല. അതാണ് അവൻ്റെ അവിടുത്തെ അവസ്ഥ. ഈ നമ്മൾ പണ്ട് സ്കൂളിൽ നിന്ന് ടൂർ പോയായിരുന്നു. ഈ ടൂർ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെന്നൈ, വേളാങ്കണ്ണി, മധുരൈ അങ്ങനെയൊക്കെയാണ് 3 ദിവസത്തെ ടൂറാണ് സ്കൂളിൽ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം നമ്മൾ അവിടുത്തെ ആഹാരം നമുക്ക് കൊണ്ട് പിടിക്കുന്നില്ല. നമ്മൾ ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഏറ്റവും ബാഗിലേക്ക് ഗ്രഹണി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ എന്നോട് നോക്കും, ബിജു വാട്ട് യു വാണ്ട്? ഞാൻ പറയും നത്തിങ് ടീച്ചർ, കാരണം വയ്യാതെ കിടക്കുക. ശിവപ്രസാദ് ചോദിക്കുക, ശിവപ്രസാദ് വാട്ട് യു വാണ്ട്? ക്രിസ്മസ് കേക്ക്. ടീച്ചർക്ക് വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റൂ? ടീച്ചർ അത് വാങ്ങി കൊടുത്തിരിക്കും. അതുപോലെ നമ്മുടെ ഈ തൊട്ടടുത്തൊരു മലയാളം മീഡിയം സ്കൂളുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ മലയാളം മീഡിയം സ്കൂളിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പെണ്ണുങ്ങൾക്കുള്ള ടോയ്ലറ്റ് ഉണ്ടല്ലോ, ഈ ടോയ്ലറ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. അപ്പോൾ ഈ തെങ്ങിന് തേങ്ങ വീണ് ഈ മുകളിലത്തെ ഷീറ്റ് അങ്ങ് പൊട്ടുന്ന കാരണം ഈ പെൺകുട്ടികൾക്ക് അതിനകത്ത് പോകാൻ ചെറിയൊരു മടിയും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പ്രിൻസിപ്പളിനൊരു പരാതി കൊടുക്കണം. ഇംഗ്ലീഷിൽ തന്നെ വേണം. അപ്പോൾ പെണ്ണുങ്ങൾ അതിനും ശിവപ്രസാദിനെ സമീപിച്ചു. ശിവപ്രസാദ് പറഞ്ഞു, പിന്നെന്താ ഞാൻ എഴുതിത്തരാം. ഒരു വെള്ള പേപ്പറിൽ വടിവൊത്ത കയ്യക്ഷരത്തിൽ പ്രിൻസിപ്പളിനുള്ള ഈ കംപ്ലൈൻറ്റ് ശിവപ്രസാദ് എഴുതി കൊടുത്തു. പ്രിൻസിപ്പൾ അത് വാങ്ങി, പ്രിൻസിപ്പൾ അത് വായിച്ചു, ഞെട്ടിത്തരിച്ചു പോയി. കാരണം അവ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, റെസ്പെക്റ്റഡ് ടീച്ചർ, അവർ ഗേൾസ് കാൺഡ് ഏബിൾ ടു പാസ് ദെയർ യൂറിൻ, സോ പ്ലീസ് റിമൂവ് ദ കോക്കനട്ട് ഫ്രം ദെയർ. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ കാലം കുറേ കടന്നുപോയി. നമ്മളൊക്കെ വേറെ 10th ഒക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ മേഖല, ഞാൻ ഡിഗ്രി പഠിക്കാനൊക്കെ പോയി, +2 കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ പോയി, അവനും വേറെ മേഖലയിലോട്ട് പോയി. അപ്പം ഞാൻ കരുതി ഒരു പക്ഷേ ഇവൻ വല്ല എഞ്ചിനീയറോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു പൊസിഷനിൽ നല്ല പ്രൊഫഷൻ എത്തിക്കാണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് അവൻ്റെ അച്ഛനെ കണ്ടു, ശിവപ്രസാദിൻ്റെ അച്ഛനെ കണ്ടു. ഞാൻ ചോദിച്ചു, അങ്ങളെ ശിവപ്രസാദ് എന്ത് ചെയ്യുന്നു? ഓ അവൻ്റെ കാര്യമൊന്നും പറയണ്ട, ഞാൻ അവന് ആദ്യം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടാക്കി. അവൻ മര്യാദയ്ക്ക് ഇവിടെ നിന്നിരുന്ന് നല്ലൊരു ഡ്രൈവറായനെ. നിന്നില്ല. പിന്നെ അതുപോലെ അവനെ ഞാനൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കി, മെക്കാനിക്കാവാൻ. അവൻ അവിടെ നിന്നിരുന്നെങ്കിൽ അവൻ നല്ലൊരു മെക്കാനിക്കായനെ. പിന്നെ അവസാനം ഞാൻ അവനെ ഈ അടുത്ത കാലത്ത് ഞാനൊരു ക്ലിനിക്കിൽ കൊണ്ടാക്കി, ഒരു ഡോക്ടറുടെ ക്ലിനിക്കിൽ കൊണ്ടാക്കി തുണ്ടെഴുതി കൊടുക്കാൻ. അവൻ അവിടെയും നിന്നില്ല. പിന്നെ ഞാൻ മിണ്ടിയില്ല, കാരണം നിന്നിരുന്നെങ്കിൽ ഒരു ഡോക്ടറായേനെ എന്ന് പറഞ്ഞേനെ അവൻ്റെ അച്ഛൻ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനിതിവിടെ നിർത്തുകയാണ്, കാരണം കൗണ്ടറൊന്നും ഇവിടെ ഇല്ല. കൗണ്ടറൊക്കെ തമിഴ്നാട്ടിലാണ്. കൗണ്ടറോട്ട് ഞാൻ വീണ്ടും വരും. നന്ദി, നമസ്കാരം. ബിജുവേട്ടാ എക്സലന്റ് ആയിരുന്നു കേട്ടോ, അതിമനോഹരം. ഈ പലതരത്തിലുള്ള പേരുകളൊക്കെ കേൾക്കാൻ സാധിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നു. നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് വായി പോലും കൊള്ളാത്ത പേരുകൾ, കൊള്ളാത്തത് മീൻസ് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൊനൗൺസ് ചെയ്യുന്ന പേരുകളൊക്കെ പറഞ്ഞല്ലോ, അത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ടോട്ടൽ ചേട്ടൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. പാട്ടു ചേട്ടാ, ഇനിയിപ്പോ നമ്മൾ എന്താ പറയേണ്ടത്? എല്ലാം പറഞ്ഞു. സ്റ്റെഫി പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനല്ലേ പക്രുചേട്ടൻ ഞാൻ പറയാ. സ്റ്റെഫിയുടെ കൂടെ നിൽക്കും. ആ അത് മതി. സ്റ്റെഫി പറഞ്ഞത് കറക്റ്റ് ആണ് ബിജു. ഉഗ്രം പെർഫോമൻസ് ആണ്. ഒന്നാമത്തെ കാര്യം, ബിജുവിന്റെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, ഹ്യൂമറിന് പറ്റുന്ന ഒരു ഫേസ് ഉണ്ട്. വന്ന് നിന്ന് ഒരു ചിരിയോട് കൂടി പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ ആ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുഖത്ത് മാറുന്നതും അതൊക്കെ എനിക്ക് തോന്നുന്നത് ഇന്നസെന്റ് ഏട്ടൻ്റെ പഴയ മുഖമില്ലേ, പണ്ടത്തെ മുഖം, ആ ഒരു മുഖത്തോട് സാദൃശ്യം തോന്നുന്ന തരത്തിലുള്ള ഹ്യൂമർ കുറച്ചുകൂടി കിട്ടുന്ന തരത്തിലുള്ള ഒരു ഫേസ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ പകുതി കാര്യങ്ങൾ. പിന്നെ ബിജു പറഞ്ഞ കാര്യങ്ങൾ ആദ്യം തന്നെ വന്നിട്ട് എൻ്റെ കയ്യിൽ തമാശ ഒന്നുമില്ലെന്ന് പറഞ്ഞ് തുടങ്ങിയെടുത്തുനിന്ന് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെവലുണ്ടല്ലോ, ഒരു പെർഫോമൻസിൻ്റെ ലെവൽ താഴേക്ക് പോകാതെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചില സാധനങ്ങൾ ഇട്ട് ബിജു അത് പൊലിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു പ്രസൻറ്റേഷൻ. അത് വലിയൊരു കാര്യമാണ്. കാരണം സ്റ്റാൻഡപ്പിൽ ഒറ്റയ്ക്ക് വന്ന് നിന്നല്ലേ നമ്മൾ ചെയ്യുന്നത്. ഈ ജനത്തിൻ്റെ എല്ലാം ശ്രദ്ധ നമ്മളിലേക്ക് വരണം, നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് വരണം. അത് ജനം ആ കഥ കേട്ടിരുന്നെങ്കിൽ മാത്രമേ അതിനകത്തുള്ള തമാശയായിട്ട് ചിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് ആ നർമ്മം മനസ്സിലാക്കി അവർ റെസ്പോണ്ട് ചെയ്യുള്ളൂ ജനങ്ങൾ. അത് കൃത്യമായിട്ട് ബിജുവിൻ്റെ പെർഫോമൻസിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് കേട്ടോ. കൂടുതൽ നല്ല പ്രകടനങ്ങൾ കാണാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ബിജുബായി എത്ര നാളായി പ്രൊഫഷണൽ മിമിക്രിയിൽ? ഞാൻ ഒരു 13 വർഷത്തോളം. 13 വർഷം. അന്നേരം ഈ പറഞ്ഞ തമിഴ്നാട് ബോർഡർ എന്നുള്ളത് ഒരു സത്യമാണോ അതോ കഥയാണോ? സത്യമാണ്. കാരണം ഞാൻ പൊഴിയൂർ എന്ന് പറയുന്ന തീരദേശ ഗ്രാമമാണ്. എൻ്റെ വീടിന്റെ കനാല് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. അപ്പോൾ മൂത്രം ഒഴിച്ചെന്ന് പറഞ്ഞതും സത്യമാണല്ലോ. മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞത് ഒരിക്കലല്ല കേട്ടോ, ഒരുപാട് തവണ. കാരണം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ജോലി ചെയ്തായിരുന്നു, തോട്ടിൽ ഇങ്ങനെ വരിവരിയായിട്ട് നിന്നിട്ട് മൂത്രം ഒഴിക്കുക എന്നുള്ളത് നമ്മൾ അന്നത്തെ വിനോദം. അല്ല, അന്നേരം നിങ്ങളുടെ ഈ തോടിനപ്പുറം തമിഴ്നാടാണ്. എൻ്റെ വീട്ടിൽ പഠിച്ചത് തമിഴ്നാട്ടിലാണ്. പഠിച്ചത് തമിഴ്നാട്ടിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെങ്കിൽ അവിടുത്തെ സ്ലാങ് വെച്ചിട്ട് അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ നാട്ടുകാരൊക്കെ സംസാരിക്കുന്ന ഏതാണ്ട് ഇതേ മോഡുലേഷൻ. പിന്നെ ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത്
ഓക്കേ, ടീച്ചേഴ്സൊക്കെ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു പരിപാടി ബിജുവിന്? പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിത്തം കഴിഞ്ഞ പോലെ ജോലി കയറിയ പോലെ മിമിക്രിക്ക് കയറി. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി കോളേജായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേ തന്നെ മിമിക്രി ഇങ്ങനെ ചെറുതായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. മിമിക്രിയിൽ എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? മിമിക്രിയിൽ ചേട്ടാ സ്കിറ്റൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ കൂടുതലും ചേട്ടൻ പറഞ്ഞ പോലെ ഫീമെയിൽ വേഷങ്ങൾ ചെയ്യുക. ഫീമെയിൽ വേഷങ്ങളൊക്കെ എൻ്റെ തുടക്കകാലത്തൊക്കെ പെൺവേഷം തന്നെയായിരുന്നു. ഇഷ്ടംപോലെ ട്രൂപ്പിൽ ഇങ്ങനെ പെൺവേഷം കെട്ടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേറൊന്നും കൂടെ ഉണ്ട്. തമിഴ് പടങ്ങളിലെ നിങ്ങൾക്ക് ആ തമിഴ് ബോർഡർ ഉണ്ടല്ലോ, ഈ തമിഴ് പടങ്ങളിൽ ഹീറോന്റെ പെങ്ങളെ കെട്ടാൻ ഒരാൾ വരും. നാട്ടിൽ വ്യവസായം ചെയ്ത് ജീവിക്കുന്ന ഒരു കർഷകൻ. എന്നിട്ട് 3 സീൻ കഴിയുമ്പോൾ അയാളെ ആരെങ്കിലും വെട്ടിക്കൊന്നിട്ട് പിന്നെ അതിന്റെ പുറകെ ആയിരിക്കും ഹീറോ പോകുന്നത്. ആ കെട്ടാൻ വരുന്ന ആളുടെ ചായ ഉണ്ട് നിങ്ങൾ. ഗംഭീരമായി ബിജു. താങ്ക് യു ബിജുവേട്ടാ. നല്ല കമന്റ്സ് ഒക്കെ കേട്ടു. ഇനി നമുക്ക് നോക്കാം. നോക്കാം. അടുത്ത പ്രാവശ്യം വരണം. അതെ, തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്.